ശ്രീലങ്കയ്ക്കെതിരായ ഏകദിനത്തിൽ നിന്ന് സഞ്ജുവിനെ ഒഴിവാക്കിയതിൽ ഗൗതം ഗംഭീറിനെതിരെ സഞ്ജു ആരാധകർ തിരിഞ്ഞിരുന്നു. ശ്രീലങ്കയ്ക്കെതിരായ T20 പരമ്പരയിലെ ആദ്യ മാച്ചിൽ സഞ്ജുവിനെ ബെഞ്ചിലിരുത്തിയതും ആരാധകരെ ചൊടിപ്പിച്ചിരുന്നു. എന്നാൽ രണ്ടാം T20 മാച്ചിൽ അപ്രതീക്ഷിതമായി സഞ്ജുവിന് ഓപ്പണിംഗിന് ഇറങ്ങേണ്ടി വന്നു. പക്ഷേ ഗോൾഡൻ ഡെക്കായി സഞ്ജു ഔട്ടായി. ഇതോടെ മൂന്നാമത്തെ മാച്ചിൽ സഞ്ജുവിനെ ഗംഭീർ ഇറക്കില്ല എന്ന സംസാരവും വന്നു. പക്ഷേ ഗംഭീർ വീണ്ടും സഞ്ജുവിന് അവസരം നൽകി. പക്ഷേ അവിടെയും സഞ്ജുവിന് ഒരു റൺ പോലും നേടാനാകാതെ പുറത്തേക്ക് പോകേണ്ടി വന്നു. ഇതോടെ ഏവരും ഉറപ്പിച്ചൊന്നുണ്ട്, ഗംഭീറിനി സഞ്ജുവിനെ ടീമിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള സാധ്യത കുറവാണ് എന്ന്. ഒട്ടുമിക്ക കായിക മാധ്യമങ്ങൾ ആ സാധ്യത തള്ളിക്കളയാനാകില്ല എന്ന് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ ഒരു വീഡിയോ ശരവേഗം വൈറലാകുന്നുണ്ട്. അത് ഒരു ആലിംഗനത്തിന്റെ വീഡിയോ ആണ്. ആ ആലിംഗനം നൽകുന്നത് തെല്ലൊരു ആശ്വാസമാണ്, ഒരു പ്രതീക്ഷയാണ്. നിറഞ്ഞ T20 പരമ്പരയിലെ അവസാന മാച്ചിനു ശേഷം ആഹ്ലാദത്തോടെ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് സഞ്ജുവിനെ ആലിംഗനം ചെയ്യുന്ന ഗംഭീറിന്റെ വീഡിയോ ആണ് ആരാധകർ ഇപ്പോൾ ഏറ്റെടുത്തിരിക്കുന്നത്. പ്രതീക്ഷകൾ അവസാനിച്ചിട്ടില്ല എന്നാണ് സഞ്ജു ആരാധകർ ഒന്നടങ്കം പറയുന്നതും. ശ്രീലങ്കയ്ക്കെതിരായ മൂന്നാം മത്സരത്തിൽ ഇന്ത്യ സൂപ്പർ ഓവറിലാണ് ശ്രീലങ്കയെ മറികടന്നത്. ത്രില്ലർ മാച്ചിൽ ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ് സൂപ്പർ ഓവറിലെ ബൗണ്ടറിയിലൂടെ ഇന്ത്യയെ വിജയിപ്പിച്ചപ്പോൾ കോച്ച് ഗൗതം ഗംഭീർ ആഹ്ലാദത്തോടെ എഴുന്നേറ്റു. നിറഞ്ഞ ചിരിയോടെ സഞ്ജുവിനെയും മറ്റ് താരങ്ങളെയും കെട്ടിപ്പിടിച്ച് സന്തോഷം പങ്കിടുകയും ചെയ്തു. ഗംഭീർ ഇന്ത്യയുടെ മുഖ്യ പരിശീലകനായ ശേഷമുള്ള ആദ്യ പരമ്പരയാണിത്. ആദ്യ പരമ്പര വിദേശത്ത് വെച്ച് 3-0 എന്ന മാർജിനിൽ വിജയിക്കാനായത് ഗംഭീറിന് നൽകുന്ന ആത്മവിശ്വാസം ചെറുതല്ല. ഓഗസ്റ്റ് 2 മുതൽ ആരംഭിക്കുന്ന ഏകദിന പരമ്പരയിൽ കൂടുതൽ ആത്മവിശ്വാസത്തോടെ ടീം ഇന്ത്യയെ സജ്ജമാക്കാൻ ഗംഭീറിനിത് ഊർജം പകരും. സൂര്യകുമാർ യാദവ് T20യിൽ സ്ഥിരം നായകനായ ശേഷമുള്ള ആദ്യ പരമ്പര എന്ന പ്രത്യേകതയുമുണ്ട്. ഏകദിന ടീമിൽ ഉൾപ്പെടാത്ത സൂര്യകുമാറും സഞ്ജുവും ഉൾപ്പെടെ 6 പേർ ഇന്ത്യയിലേക്ക് മടങ്ങും. രോഹിത് ശർമ്മയാണ് ഏകദിനത്തിലെ നായകൻ. വിരാട് കോഹ്ലിയും ടീമിലുണ്ട്. ഇരുവരും ഗംഭീറിന്റെ അഭ്യർത്ഥന പ്രകാരമാണ് ഏകദിന മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത്. രോഹിത്തും കോഹ്ലിയും വിശ്രമം ആഗ്രഹിച്ചിരുന്നെങ്കിലും കോച്ചായ ശേഷമുള്ള ആദ്യ ഏകദിന പരമ്പരയിൽ ഇരുവരും വേണമെന്ന് ഗംഭീർ താല്പര്യപ്പെടുകയായിരുന്നു. കഴിഞ്ഞ 6 മാസത്തിനിടെ സഞ്ജുവിന്റെ പ്രകടനം വിലയിരുത്തുമ്പോൾ സിംബാബ്വെക്കെതിരെ അടുത്തിടെ നടന്ന പരമ്പരയിലെ 58 റൺസാണ് എടുത്തു പറയാവുന്നത്. നിരവധി പ്രതിഭാധനരായ താരങ്ങൾ പുറത്തു നിൽക്കുമ്പോൾ കിട്ടിയ അവസരങ്ങൾ മുതലെടുക്കാനായില്ലെങ്കിൽ അത് ദോഷം ചെയ്യുമെന്ന് സഞ്ജുവിനും ബോധ്യമുണ്ട്. ഋഷഭ് പന്ത് മികച്ച ഫോമിലാണ്. മറ്റ് യുവ വിക്കറ്റ് കീപ്പർ ബാറ്റർമാരായ ധ്രുവ് ജൂറലും ജിതേഷ് ശർമ്മയും ഇന്ത്യക്ക് വേണ്ടി കളിക്കാൻ ലഭിച്ച ചുരുങ്ങിയ അവസരങ്ങളിൽ സ്ഥിരതയാർന്ന പ്രകടനം നടത്തുകയും ചെയ്തിരുന്നു. അവസാന 11-ൽ വന്നും പോയും നിൽക്കുകയാണ് സഞ്ജു ഇപ്പോഴും. എന്തായാലും ഇതിനെല്ലാം ഇടയിലാണ് സഞ്ജുവിന്റെയും ഗംഭീറിന്റെയും വീഡിയോ ഇപ്പോൾ വൈറലാകുന്നത്. സഞ്ജുവിനെ ഗംഭീർ കൈവിടില്ല എന്ന് തന്നെയാണ് സഞ്ജു ആരാധകർ ഇതിലൂടെ പ്രതീക്ഷിക്കുന്നതും.